കർക്കിടക മാസമാണല്ലോ. രാമായണത്തിന്റെ സന്ദേശം ഒന്ന് പറയാം സാറേ. ഇത് കർക്കിടക മാസമാണല്ലോ, അപ്പം എല്ലാ വീടുകളിലും രാമായണം വായന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാമായണത്തിന്റെ തത്വം ഒന്ന് പറയാം സാർ. രാമായണ തത്വം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് കേരളത്തിൽ പരക്കെ പാരായണം ചെയ്യപ്പെടുന്നത്. രാമായണത്തിന് ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അഹോരാത്രം വായിക്കാം എന്നുള്ളതാണ്. രായും പകലും സമയമൊന്നുമില്ല. സന്ധ്യ 6 മുതൽ 7 വരെയുള്ള സമയത്ത് മാത്രമേ രാമായണ പാരായണം പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. അതിന് കാരണം എന്താ സാർ? അതിൻ്റെ കാരണം ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് വന്ന് സപ്തസമുദ്രത്തിൽ ധ്യാനത്തിന് സന്ധ്യാവന്ദനത്തിന് ഹനുമാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ രാമ എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന സ്ഥലത്ത് ഹനുമാൻ എത്തും. അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനം തടസ്സപ്പെടാതിരിക്കാനാണ് രാമായണം 6 മുതൽ 7 വരെയുള്ള സമയത്ത് പാരായണം ചെയ്തത് എന്ന് പറയുന്നത്. ഈ തത്വത്തെക്കുറിച്ച് 96 തത്വം ഉണ്ടെന്നോ സാർ? 96 തത്വം വെച്ചാൽ ശ്രീരാമ രാമ രാമ അത് പറയുന്നില്ല. ആദ്യത്തെ കുറേ വരികൾ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ, അതിൽ ഓരോ രാമയ്ക്കും ഓരോ അർത്ഥം വരും. അങ്ങനെ അതിൽ 96 അർത്ഥങ്ങൾ ആ രാമയ്ക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് 96 തത്വങ്ങൾ അതിനകത്ത് വരുന്നത്. അത്രയും രാമ വരും കുറേയൊക്കെ എണ്ണി നോക്കുമ്പോൾ അറിയാം. അത് അങ്ങനെ 96 തത്വങ്ങളെ അധികരിച്ച് എഴുതിയിട്ടുള്ളതാണ് എഴുത്തച്ഛൻ. ഈ രാമായണം തുടരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇത് തുടരണം എന്ന് പറയുന്ന നിർബന്ധം ഉണ്ടോ? രാമായണത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് മനസ്സിനെ അടുപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഭക്തിയോടുകൂടി രാമായണ പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാർ, വാൽമീകിയെ പറ്റി ഒന്നോ? വാൽമീകി എന്ന് വെച്ചാൽ പഴയ കാലത്ത് അയാളൊരു വേടനായിരുന്നു. അപ്പോൾ അയാൾ വെളിയിൽ ചെന്ന് പലരിൽ നിന്നും മോഷ്ടിച്ചും എടുത്തു കൊണ്ടുവന്ന് വീട്ടിലെ ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് വന്നപ്പോൾ സപ്തർഷികൾ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സപ്തർഷികൾ ആക്രമിക്കാൻ പോയി. അപ്പോഴാണ് സപ്തർഷികൾ തടുത്തിട്ട് പറഞ്ഞു, അത് നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളിൽ കമണ്ടലും മറ്റു കാര്യങ്ങളേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇത്രയും കാലം കൊണ്ട് നീ മോട്ടിച്ചോണ്ടിരിക്കുകയല്ലേ, നിന്റെ ഭാര്യയോടെ ചെന്ന് ഇതിൻ്റെ പാപഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറയും. എന്തോന്ന് മറുപടി തരും എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അദ്ദേഹം രത്നാകരൻ എന്നാണ് അങ്ങനെ അന്നത്തെ പേര്, വേടൻ്റെ പേര്. അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ ഇതെല്ലാം കൊണ്ടുതരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ പാപഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് സപ്തർഷികളുടെ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ രത്നാകരൻ അത് ശരിയല്ല, അപ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ രത്നാകരൻ ചെയ്യുന്നതൊക്കെ പാഴ്വേലയായി. അതുകൊണ്ട് അത് നിനക്ക് ഒരു സന്മാർഗം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോകണില്ല, സ്വാമികൾ പറയും പോലെ ചെയ്യാന്ന്. അങ്ങനെ രാമ എന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ. അപ്പോഴത് ഒരു 2 വശത്ത് നിൽക്കുന്ന മരങ്ങളുടെ നടുക്ക് കൊണ്ടിരുത്തിയിട്ട് പറയും, ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പറയാൻ പഠിപ്പിക്കും. അല്ല, അക്ഷാഭ്യാസം ഇല്ലല്ലോ അയാൾ. അങ്ങനെ ആ മരം ഈ മരം പറഞ്ഞ് രാമയാവും. മനസ്സിലായി? അങ്ങനെ അവിടെ ഇരുന്ന് ജപിച്ച് ഒടുവിൽ ചെതൽപുറ്റ് കയറി മൂടും ഇയാളെ വർഷങ്ങളായിട്ട്. അങ്ങനെ ഒടുവിൽ സപ്തർഷിമാർ തന്നെയാണ് വരുന്നത്. പിന്നീട് ഒരു സമയത്ത് വരുമ്പോൾ ഇയാളെന്താ ഇവിടെ ഒരു രത്നാകരനെ കാണാനില്ലെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പുറ്റാണ് കാണുന്നത്. അപ്പോൾ പുറ്റെടുത്ത് മാറ്റിയതിന് ശേഷം അയാൾ ജട പിടിച്ചു അങ്ങനെ സന്യാസിയെ പോലെ ഇരിക്കുക. അപ്പോൾ വിളിക്കും, രത്നാകരാന്ന് വിളിക്കുമ്പോൾ കഴിച്ചു വരും. ഇന്ന് മുതൽ നീ വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരെ അനുഗ്രഹിക്കും. വാൽമീകം എന്ന് വെച്ചാൽ ചെതൽപുറ്റെന്നാണ് അർത്ഥം. അതിനകത്ത് നിന്ന് ജനിച്ചു വന്നത് ഒരു പുനർജന്മമാണ്. വെച്ചാൽ
ദ്വിജന്മാർ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ബ്രാഹ്മൺസിനെ ദ്വിജന്മാരെന്ന് പറയും. പൂണൂലിട്ടതിന് ശേഷവും പൂണൂലിന് മുമ്പേ 2 ജന്മമാണ്. അതിനുശേഷം നമ്മളെ ദ്വിജം എന്ന് പറയുന്ന പക്ഷികൾ, മുട്ടയിട്ട് വിരിയുന്ന പക്ഷികൾ. അപ്പം പക്ഷികൾ മുട്ടയിട്ട് കഴിഞ്ഞല്ലോ, പിന്നെ മുട്ട വിരിയാനൊരു ടൈമില്ലേ, അപ്പൊ 2 ജന്മമല്ലേ. അതാണ് അവരങ്ങനെ പറയാൻ കാരണം, അല്ല വേറെ ഒന്നുമില്ല. ദ്വിജൻ എന്ന് പറയുന്ന പക്ഷികളെയും പറയും, മുട്ടയിട്ട് വിരിയുന്ന പക്ഷികളെയും ദ്വിജ എന്ന് പറയാറുണ്ട്.